കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് കൂടുതൽ നിയമസഭാ സാമാജികർ ചേക്കേറാൻ പോകുന്നു എന്നുള്ളത് വലിയ രീതിയിൽ അവരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് കാരണമായി പറയുന്നത് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം, അതിൽ ഒരു MLA മാത്രമാണുള്ളത്, അനൂപ് ജേക്കബ് മാത്രമാണുള്ളത്. അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാകുന്നതോടുകൂടി ജോസഫ് ഗ്രൂപ്പ് കുറച്ചുകൂടി പ്രബലമായി മാറും എന്നുള്ളത് വ്യക്തമാണ്. ജേക്കബ് വിഭാഗം കൂടി ലയിക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. UDF-നകത്ത് സഖ്യകക്ഷികളുടെ എണ്ണമല്ല കൂടേണ്ടത്, പകരം ഒത്തൊരുമയാണ് വർദ്ധിക്കേണ്ടത് എന്ന കോൺഗ്രസിന്റെ ഫോർമുല മുന്നോട്ട് വയ്ക്കുമ്പോൾ സഖ്യകക്ഷികൾക്ക് ലയിക്കാതെ മറ്റ് വഴികളില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രബല വിഭാഗം എന്ന് പറയാൻ കഴിയുന്നത് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും തന്നെയാണ്. മറ്റുള്ളവർ എന്ന് പറയുന്നതിനകത്ത് മാണി സി കാപ്പൻ്റെയും അനൂപ് ജേക്കബിൻ്റെയും ഒക്കെ ചെറിയ ചെറിയ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പാർട്ടി മാത്രമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ആ തട്ടിക്കൂട്ടലിനും വലിയ രീതിയിൽ സ്വീകാര്യത അതാത് മണ്ഡലങ്ങളിലുണ്ട്. ഉദാഹരണത്തിന് മാണി സി കാപ്പന് പാലായിൽ വലിയ ജനസമ്മതിയാണ്. അതുപോലെ തന്നെയാണ് പിറവം നിയമസഭാ മണ്ഡലത്തിൽ അനൂപ് ജേക്കബ് കഴിഞ്ഞ തവണ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25,000-ഓളം വോട്ടുകൾക്കാണ് അവിടെ ഇടത് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഹൈപ്പ് ഇപ്പോഴും അനൂപ് ജേക്കബ് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിൽ കൂടുതൽ സഖ്യകക്ഷികൾ, UDF-ൽ നിന്ന് തന്നെയുള്ള സഖ്യകക്ഷികൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് ലയിക്കാൻ അതിനുവേണ്ടിയുള്ള ഒരു വിശാല സമ്മേളനം മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ തീർച്ചയായും അത് ഒരു വലിയ വിജയമാക്കി തീർത്തുകൊണ്ട് ജോസ് കെ മാണിയെ പടിയടച്ച് പിണ്ടം വയ്ക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന് ആഹ്വാനം നടത്തിയിരിക്കുകയാണ്. ജോസ് കെ മാണി ഇനി കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതാകും എന്ന PJ ജോസഫിന്റെ വാശി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ചതിക്ക് ചതി തന്നെയാണ് മറുപടി എന്ന് വ്യക്തമാക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. KM മാണി ജീവിച്ചിരുന്നപ്പോൾ തന്നെ PJ ജോസഫിനെ അള്ളുവയ്ക്കാൻ ഒരുപാട് കളികൾ കളിച്ച വ്യക്തി തന്നെയാണ് ജോസ് കെ മാണി എന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ PC ജോർജിന്റെ ജനപക്ഷം സെക്കുലർ അത് BJP-യിലേക്ക് ലയിക്കുകയും BJP ആകുകയും ചെയ്ത ഘട്ടത്തിൽ ഇനി PC ജോർജിന് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു രീതിയിലുള്ള ഹൈപ്പും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അത് വാസ്തവത്തിൽ പൂഞ്ഞാറ്റിൽ അദ്ദേഹത്തിന് തിരിച്ചടി തന്നെയായിരിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജിന് വലിയ തിരിച്ചടി തന്നെയായിരിക്കും. മാത്രമല്ല, PC ജോർജ് ആയ കാലത്തൊക്കെ അള്ളുവയ്ക്കാൻ ശ്രമിച്ച കൂട്ടത്തിലാണ്. PJ ജോസഫിനെ അള്ളുവയ്ക്കാനും PJ ജോസഫിനെ നാണം കെടുത്താനും പല രീതിയിലുള്ള നെറികെട്ട കളികളും കളിച്ച മനുഷ്യനാണ് PC ജോർജ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് മോൻസ് ജോസഫ് ഈ കണക്കുകളെല്ലാം കൂട്ടിക്കിഴിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാ കണക്കും തീർത്തിരിക്കും എന്ന് വ്യക്തമാക്കുന്ന ഒരു ഡയലോഗാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. തീർച്ചയായും ജോസ് കെ മാണിയുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളെയും നിഷ്ക്രിയമാക്കാൻ വേണ്ടിയുള്ള മുന്നോട്ടുള്ള ജാഥ തന്നെയാണ് അദ്ദേഹം നയിക്കുന്നതെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു.